എല്ലാവർക്കും നമസ്കാരം. 5ാം ക്ലാസ്സിലെ സാമൂഹ്യശാസ്ത്രത്തിലെ 6ാമത്തെ യൂണിറ്റായ കോണ്ടിനൻസ് ആൻഡ് ഓഷ്യൻസ്, അതായത് വൻകരകളും സമുദ്രങ്ങളും എന്ന പാഠഭാഗമാണ് നമ്മൾ എടുത്തിരുന്നത്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞത് നോർത്ത് അമേരിക്കയെക്കുറിച്ചായിരുന്നു അല്ലേ, പിന്നെയോ ആഫ്രിക്കയെക്കുറിച്ചും. ഇന്ന് നമ്മൾ പറയുന്നത് സൗത്ത് അമേരിക്കയെക്കുറിച്ചാണ്. വലിപ്പത്തിൽ ലോകത്തിലെ 4ാമതുള്ള കോണ്ടിനെൻ്റാണ് സൗത്ത് അമേരിക്ക, തെക്കേ അമേരിക്ക. പസഫിക് സമുദ്രത്തിനും അറ്റ്ലാന്റിക് സമുദ്രത്തിനും ഇടയിലായാണ് സൗത്ത് അമേരിക്ക സ്ഥിതി ചെയ്യുന്നത്. അതുപോലെ സൗത്ത് അമേരിക്കയിൽ പ്രധാനമായിട്ട് പറയുമ്പോൾ ആമസോൺ റിവർ, ആമസോൺ നദിയെക്കുറിച്ച് നമുക്ക് പറയാൻ പറ്റും. ഈ നദിയുടെ ഇരുവശങ്ങളിലുമായി നിബിഡ വനങ്ങളുണ്ട്. അതുപോലെ തന്നെ വൈവിധ്യമാർന്ന ജീവജാലങ്ങളും അവിടെ കാണാനായിട്ട് സാധിക്കും. അതുപോലെ പ്രധാനമായിട്ടും സൗത്ത് അമേരിക്കയിലെ കന്നുകാലി വളർത്തൽ, അതുപോലെ തന്നെ കാപ്പി കൃഷി, ഇതൊക്കെ അവിടുത്തെ പ്രധാന വരുമാന മാർഗങ്ങളാണ് അവിടുത്തെ ജനങ്ങളുടെ. കൂടാതെ പറയുമ്പോൾ അവിടെ വൈവിധ്യമാർന്ന മറ്റ് പല കാര്യങ്ങളും നമുക്ക് കാണാനായിട്ട് സാധിക്കും. നമുക്ക് എന്തൊക്കെയാണ് നമുക്കപ്പോൾ സൗത്ത് അമേരിക്കയിൽ പ്രധാനമായിട്ട് നമുക്ക് പഠിക്കാനുള്ളത്, എന്തൊക്കെയാണ് നമുക്ക് അറിയാനുള്ളത് ഒന്ന് നോക്കാം. It is located between the Pacific Ocean and the Atlantic Ocean. പസഫിക് സമുദ്രത്തിനും അറ്റ്ലാന്റിക് സമുദ്രത്തിനും ഇടയിലായി സ്ഥിതി ചെയ്യുന്നു. ഇറ്റ് സ്റ്റാൻഡ്സ് ഫോർത്ത് ഇൻ സൈസ്, വലിപ്പത്തിൽ 4ാമതാണ്. മൗണ്ട് അക്കങ്കുവ ഈസ് ദ ഹയസ്റ്റ് പീക്ക്. മൗണ്ട് അക്കങ്കുവ ആണ് ഏറ്റവും ഉയരമുള്ള കൊടുമുടി. ആ കോണ്ടിനെൻറ്റിലെ ആ വൻകരയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടിയുടെ പേരാണ് അക്കോങ്കുവ. റിവർ ആമസോൺ വിത്ത് ലാർജസ്റ്റ് ഷെയർ ഓഫ് ഫ്രഷ് വാട്ടർ ഫ്ലോസ് ത്രൂ ദിസ് കോണ്ടിനെൻറ്റ്. അതായത് ലോകത്ത് ഏറ്റവും കൂടുതൽ ശുദ്ധജലം വഹിച്ചുകൊണ്ട് ഒഴുകുന്ന ആമസോൺ നദി ഈ വൻകരയിലാണ്. കണ്ടോ, ആമസോൺ നദി ലോകത്തിലെ ഏറ്റവും കൂടുതൽ ശുദ്ധജലം വഹിച്ചുകൊണ്ട് ഒഴുകുന്ന ആമസോൺ നദി ഈ വൻകരയിലാണ്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഞ്ചനദികളെ, അതായത് 5 നദികളെ കുറിച്ച് നമ്മൾ പഠിച്ചിരുന്നു അല്ലേ, ശുദ്ധജലവുമായി ബന്ധപ്പെട്ട്. ഇവിടെ ഏറ്റവും കൂടുതൽ ശുദ്ധജലം വഹിച്ചുകൊണ്ട് ഒഴുകുന്ന ആമസോൺ നദി ഈ വൻകരയിലാണ്. ഈ ആമസോൺ നദി 3 രാജ്യങ്ങളിലൂടെയാണ് ഒഴുകി സമുദ്രത്തിൽ എത്തിച്ചേരുന്നത്. The dense forest of the Amazon River basin situated to the north of South America are rich in diverse plant and animal life. അതായത് തെക്കേ അമേരിക്കയുടെ വടക്കു ഭാഗത്തുള്ള ആമസോൺ നദീതടത്തിലുള്ള നിബിഡ വനങ്ങളിലെ ജന്തുജാലങ്ങൾ ഏറെ വൈവിധ്യമുള്ളവയാണ്. ഉണ്ടോ, ഡൈവേഴ്സ് പ്ലാന്റ് ആൻഡ് അനിമൽ ലൈഫ്, വൈവിധ്യമാർന്ന ജന്തുജാലങ്ങൾ ഈ ആമസോൺ റിവർ ബേസിനിൽ നദീതടത്തിൽ കാണാനായിട്ട് സാധിക്കും. അതുപോലെ കാറ്റിൽ റിയറിംഗ് ഈസ് ആൻ ഇമ്പോർട്ടൻറ്റ് ഒക്യുപ്പേഷൻ ഓഫ് ദ പീപ്പിൾ. കന്നുകാലി വളർത്തൽ ഇവിടുത്തെ ജനങ്ങളുടെ ഒരു പ്രധാന തൊഴിലാണ്. കന്നുകാലി വളർത്തൽ നമുക്ക് പാഠഭാഗത്തിലും ഒക്കെ ചിത്രത്തിൽ തന്നെ കാണാം. അവിടുത്തെ ഒരു കന്നുകാലി വളർത്തലുമായി ബന്ധപ്പെട്ട് ചിത്രമൊക്കെ കൊടുത്തിട്ടുണ്ട് അല്ലേ. അതുപോലെ ആമസോൺ നദിയുടെ ചിത്രം കൊടുത്തിട്ടുണ്ട്. അതുപോലെ അവിടുത്തെ ഒരു പ്രധാന കൃഷിയായ കാപ്പി കൃഷിയുടെ ഒരു ചിത്രം കൊടുത്തിട്ടുണ്ട് അല്ലേ. ഇനി എന്തൊക്കെയാണ് നമുക്ക് സൗത്ത് അമേരിക്കയെ കുറിച്ച് കൂടുതലായിട്ട് അതുമായി ബന്ധപ്പെട്ട് എന്തൊക്കെ നമുക്ക് ഈ പാഠഭാഗത്തിൽ പഠിക്കേണ്ടത് നോക്കാം. നമ്മൾ ഈ പറഞ്ഞതൊന്നും കൂടാതെ 1-2 കാര്യങ്ങൾ കൂടി നമുക്ക് പാഠഭാഗത്തിൽ വരുന്നുണ്ട്. ഒരു മീനിൻ്റെ ചിത്രമാണല്ലേ നമുക്ക് കാണാൻ സാധിക്കും അല്ലേ. പേര് പറയുമ്പോൾ നിങ്ങൾക്ക് ചിലപ്പോൾ കേട്ടിട്ടുണ്ടാവും അല്ലേ. നോക്കാം, എന്താണ് പിരാന എന്നുള്ളൊരു മത്സ്യത്തിൻ്റെയാണ് അവിടെ കൊടുത്തിട്ടുള്ളത്. എന്താണ് അതിന് പറയുന്നത് നോക്കാം. ഡോണ്ട് സ്റ്റെപ്പ് ഇൻ ടു ദ റിവർ, നദിയിൽ ഇറങ്ങല്ലേ എന്നാണ്, കാലെടുത്ത് വെക്കല്ലേ, നദിയിലേക്ക് കാലെടുത്ത് വെക്കല്ലേ എന്ന് പറയുന്നത്. എന്താ കാരണം നോക്കാം. പിരാന ഈസ് എ ടൈപ്പ് ഓഫ് ഫിഷ് ഫൗണ്ട് ഇൻ ദ റിവർ ആമസോൺ. ആമസോൺ നദിയിൽ കാണപ്പെടുന്ന ഒരിനം മീനാണ് പിരാന. ദേ ഹാവ് എക്സ്ട്രീംലി ഷാർപ്പ് ടീത്ത് വിത്ത് which they ferociously attack other fishes and animals and finish them off within seconds. അതായത് മറ്റു മത്സ്യങ്ങളെയും നദിയിലിറങ്ങുന്ന ജീവികളെയും
കൂട്ടത്തോടെ ആക്രമിച്ച് അതിൻ്റെ മൂർച്ചയേറിയ പല്ലുകൾ കൊണ്ട് നിമിഷ നേരത്തിൽ ഇവ തിന്നു തീർക്കും. അതായത് ഇപ്പോൾ നദിയിൽ നമ്മൾ എന്തെങ്കിലും ഒരു ആവശ്യം വരുമ്പോൾ പല മൃഗങ്ങളും മറ്റ് ജീവജാലങ്ങളൊക്കെ നദിയിൽ ഇറങ്ങും അല്ലേ, വെള്ളം കുടിക്കാനോ മറ്റു കാര്യങ്ങളൊക്കെ ആയിട്ട്. അതുപോലെ ഇറങ്ങുമ്പോൾ ഇവ കൂട്ടത്തോടെ വന്ന് ആക്രമിക്കും. നിമിഷം നേരം കൊണ്ട് അവ തിന്നു തീർക്കും ചെയ്യും ആ ജീവിയെ. അത്രയും അപകടകാരികളാണ് പിരാന നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, പല സിനിമകളും ആ പേരിലൊക്കെ ഉണ്ട് അല്ലേ. അപ്പോൾ അത്തരത്തിലൊക്കെ നിങ്ങൾ പേര് കേട്ടിട്ടുണ്ടാവും. ഇനി എന്താണ് അവിടെ പറയുന്നത് നോക്കാം. അടുത്ത് നമുക്ക് എല്ലാം പരിചിതമായൊരു സംഭവമാണ്. എന്താണ്? മരച്ചീനി അല്ലേ. അതായത് ടാപ്പിയോക്ക ഈസ് എ ഫോറിനർ. അതായത് മരച്ചീനി ഫോറിനറാണ്, നമ്മുടെ നാടനല്ല. എന്താ അതിന് പറയണം നോക്കൂ. ടാപ്പിയോക്ക ദ ഫേവറേറ്റ് ഫുഡ് ഓഫ് കേരളൈറ്റ്സ് ഒറിജിനേറ്റഡ് ഇൻ സൗത്ത് അമേരിക്ക. കണ്ടോ, കേരളീയരുടെ ഇഷ്ടഭക്ഷണമായ മരച്ചീനിയുടെ ജന്മദേശം തെക്കേ അമേരിക്കയാണ് അല്ലേ. കണ്ടോ, തെക്കേ അമേരിക്കയാണ് മരച്ചീനിയുടെ ജന്മദേശം. മെനി ഓഫ് അവർ അഗ്രികൾച്ചറൽ ക്രോപ്സ് ഹാവ് കം ഫ്രം സൗത്ത് അമേരിക്ക. അപ്പോൾ ഇതുപോലെ നമുക്ക് പരിചയമുള്ള ഒരുപാട് കാർഷിക വിളകളും തെക്കേ അമേരിക്കയിൽ നിന്ന് വന്നതാണ്. പലതും നമ്മുടെ നാട്ടിലെ അല്ല, നമ്മുടെ നാട്ടിൽ പിന്നീട് വന്ന് ഭവിച്ചതാണ്. അപ്പോൾ അത്തരത്തിൽ പല കാർഷിക വിളകളും തെക്കേ അമേരിക്കയിൽ നിന്ന് വന്നിട്ടുള്ളതാണ്. അപ്പോൾ ഇത്രയാണ് നമുക്ക് സൗത്ത് അമേരിക്കയെക്കുറിച്ച് പഠിക്കാനുള്ളത്. എന്തൊക്കെയാണ് നമ്മൾ പറഞ്ഞു ഒന്ന് ആലോചിച്ച് നോക്കാം. എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്, ഏതൊക്കെ നദികളുടെ ഇടയിലാണ്? പസഫിക് ഓഷനും അറ്റ്ലാന്റിക് ഓഷനും ഇടയിലാണ്. അതുപോലെ ഫോർത്ത് ഇൻ സൈസ് ആണ്. പിന്നെയോ ആമസോൺ റിവർ അല്ലേ. അതുപോലെ ആമസോൺ റിവറിൻ്റെ നദീതടങ്ങളിലെ റിവർ ബേസിനിലുള്ള നിബിഡ വനങ്ങൾ, പലതരത്തിലെ ജീവജാലങ്ങൾ അല്ലേ, സസ്യങ്ങൾ. അതുപോലെ അവിടെ അപകടകാരിയായ ഒരു മത്സ്യത്തിൻ്റെ പേര് പറഞ്ഞു നമ്മൾ അല്ലേ. അതുപോലെ ടാപ്പിയോക്ക പറഞ്ഞു. അതുപോലെ അവിടെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടിയെക്കുറിച്ച് പറഞ്ഞു. അപ്പോൾ ഇത്രയൊക്കെയാണ് നമുക്ക് തെക്കേ അമേരിക്കയെക്കുറിച്ച്, സൗത്ത് അമേരിക്കയെക്കുറിച്ച് പഠിക്കാനുള്ളത്. നമുക്കിനി അടുത്ത ഒരു കോണ്ടിനെൻറ്റിനെ കുറിച്ച് പരിചയപ്പെടാം. എന്തായിരിക്കും പേര് അറിയാം? അന്റാർട്ടിക്ക. വലിപ്പത്തിൽ 5ാമതുള്ള ഒരു കോണ്ടിനെൻ്റാണ്, വൻകരയാണ് അന്റാർട്ടിക്ക. നമുക്ക് അന്റാർട്ടിക്കയെക്കുറിച്ച് പഠിക്കാം. അന്റാർട്ടിക്കയെക്കുറിച്ച് പറയുമ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞു 5ാമതാണ് വലിപ്പത്തിൽ എന്ന് പറഞ്ഞു അല്ലേ. അതുപോലെ വെളുത്ത ഭൂഖണ്ഡമെന്നും അറിയപ്പെടും. കാരണം എന്താ? വർഷം മുഴുവൻ മഞ്ഞ് നിറഞ്ഞു കിടക്കുന്ന ഒരു പ്രദേശമാണ്. ഐസാണ് മുഴുവൻ. സ്ഥിരമായിട്ട് ജനവാസം ഇല്ല അവിടെ, മനസ്സിലായോ? അതുപോലെ ഒരുപാട് ധാതു ലവണങ്ങളാൽ സമ്പന്നമാണ് അന്റാർട്ടിക്ക. അവിടെ നമുക്ക് പ്രധാനമായിട്ടും കാണുന്ന ഒരു ജീവിയാണ് എന്ത്? പെൻഗ്വിൻ. ഇത്രയൊക്കെയാണ് അന്റാർട്ടിക്കയെ കുറിച്ച് നമുക്ക് പറയുന്നത്. നമുക്കൊന്ന് നോക്കാം. അന്റാർട്ടിക്ക സ്റ്റാൻഡ്സ് 5th ഇൻ സൈസ്. അന്റാർട്ടിക്ക വലിപ്പത്തിൽ 5ാമതാണ്. ഇറ്റ് ഈസ് എ കോൾഡസ്റ്റ് റീജിയൻ ഓഫ് ദ വേൾഡ്. ലോകത്തിലെ ഏറ്റവും തണുപ്പേറിയ പ്രദേശം എന്നറിയപ്പെടുന്നത് അന്റാർട്ടിക്കയാണ്. ഇറ്റ് ഈസ് നോൺ ആസ് ദ വൈറ്റ് കോണ്ടിനെൻറ്റ് സിൻസ് ഇറ്റ് ഈസ് കവേർഡ് വിത്ത് സ്നോ ത്രൂ ഔട്ട് ദ ഇയർ. കണ്ടോ, വർഷം മുഴുവൻ മഞ്ഞ് മൂടിക്കിടക്കുന്നത് കൊണ്ട് വെളുത്ത ഭൂഖണ്ഡം എന്ന പേരിലും അറിയപ്പെടും. കണ്ടോ, വർഷം മുഴുവൻ മഞ്ഞ് മൂടി കിടക്കുകയാണ്, അതുകൊണ്ട് തന്നെ വെളുത്ത ഭൂഖണ്ഡം എന്നും അറിയപ്പെടും. ദർ ഈസ് നോ പെർമനൻറ്റ് ഹ്യൂമൻ സെറ്റിൽമെൻറ്റ്. കണ്ടോ, സ്ഥിരമായ ജനവാസമില്ല. നമുക്കത് ഊഹിക്കാം എന്തുകൊണ്ടാണെന്ന് അല്ലേ. എന്തായിരിക്കാം? അത്രയും അപ്പോൾ നേരത്തെ പറഞ്ഞു വർഷം മുഴുവൻ മഞ്ഞ് മൂടി കിടക്കുകയാണ്. അപ്പോൾ അത്തരം ഒരു പ്രദേശത്ത് സാധാരണ ഒരു മനുഷ്യനെ സംബന്ധിച്ചോളം ജീവിക്കുക എന്നുള്ളത് വളരെ ബുദ്ധിമുട്ടേറിയ കാര്യമാണ്. അതുകൊണ്ട് തന്നെ സ്ഥിരമായൊരു ജനവാസം അവിടെ ഇല്ല. മെനി കൺട്രീസ് ഹാവ് സെറ്റപ്പ് റിസർച്ച് സെൻറ്റേഴ്സ് ഫോർ ക്ലൈമറ്റ് സ്റ്റഡീസ് ആൻഡ് മിനറൽ എക്സ്പ്ലോറേഷൻസ് ഇൻ ദിസ് മിനറൽ റിച്ച് കോണ്ടിനെൻറ്റ്. അതായത് അളവറ്റ ധാതു നിക്ഷേപങ്ങളുള്ള ഈ വൻകരയിൽ ധാതു പര്യവേഷണത്തിനായിട്ട് അതുപോലെ കാലാവസ്ഥ പഠനങ്ങൾക്കായിട്ടും പല രാജ്യങ്ങളും ഗവേഷണ കേന്ദ്രങ്ങൾ സ്ഥാപിച്ചിട്ടുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞു മിനറൽസ് ധാതുക്കളാൽ സമ്പന്നമാണെന്ന് പറഞ്ഞു. അപ്പോൾ ഈ ധാതു നിക്ഷേപണം അതുപോലെ ധാതു പര്യവേഷണത്തിനൊക്കെ ആയിട്ട് പിന്നെ കാലാവസ്ഥ പഠനങ്ങൾക്കൊക്കെ ആയിട്ട് പല രാജ്യങ്ങളും അവിടെ ഗവേഷണ കേന്ദ്രങ്ങൾ സ്ഥാപിച്ചിട്ടുണ്ട്. ഇത്രയാണ് നമുക്ക് അന്റാർട്ടിക്കയെ കുറിച്ച് പറയുന്നത്. നമുക്ക് വലിയൊരു ചിത്രം കാണാം. അവിടുത്തെ പ്രധാന നിവാസിയാണ് ആരാണ്? പെൻഗ്വിനുകൾ. അവിടെ പ്രധാനമായിട്ട് കാണുന്നൊരു ജീവിയാണ് പെൻഗ്വിനുകൾ. ഇനി അവിടെ ഇന്ത്യയുടെ ഒരു ഗവേഷണ കേന്ദ്രത്തിൽ ചിത്രം അവിടെ കൊടുത്തിട്ടുണ്ട്. നോക്കൂ, എന്താ മൈത്രി എന്നാണ് പേര്. നമുക്ക് അപ്പോൾ അതും കൂടി ഒന്ന് നോക്കാം. എന്താണ് മൈത്രി ആൻഡ് ഭാരതി ആർ ദ ഇന്ത്യൻ റിസർച്ച് സെൻറ്റേഴ്സ് ഇൻ അന്റാർട്ടിക്ക.
അന്റാർട്ടിക്കയിലുള്ള ഇന്ത്യയുടെ ഗവേഷണ കേന്ദ്രങ്ങളാണ് ഏതൊക്കെ? മൈത്രി ഭാരതി. ഇനി അതിൽ പറയുന്നത് നമുക്ക് ആ ചിത്രം കാണുമ്പോൾ മനസ്സിലാക്കുക ഒരു പോസ്റ്റ് കാർഡാണ് അല്ലേ. എന്താണ് അതിൽ പറയണത്? ദക്ഷിൺ ഗംഗോത്രി PO, ദക്ഷിണ ഗംഗോത്രി PO. India opened a post office in 1983 at its first Antarctic Research Center named Dakshin Gangotri. Nearly 2,000 letters were mailed from there. ഇന്ത്യയുടെ ആദ്യ അന്റാർട്ടിക് ഗവേഷണ കേന്ദ്രമായ ദക്ഷിണ ഗംഗോത്രിയിൽ 1983 ഇന്ത്യ ഒരു തപാൽ ഓഫീസ്, ഒരു പോസ്റ്റ് ഓഫീസ് തുറന്നു. അവിടെ നിന്ന് 2000-ഓളം കത്തുകൾ അയക്കുകയും ചെയ്തു. അതൊരു വിചിത്രമാണല്ലേ. നമ്മൾ പറഞ്ഞു സ്ഥിര താമസമൊന്നുമില്ല എന്ന് പറഞ്ഞു, ഇത്തരത്തിലുള്ള റിസർച്ച് സെൻ്ററുകൾ ഒക്കെയുള്ളൂ അല്ലേ. അപ്പോൾ ഇന്ത്യ അവിടെ ഒരു പോസ്റ്റ് ഓഫീസ് തുറക്കണം 1983. എന്നിട്ട് അവിടെ നിന്ന് 2000 കത്തുകൾ അയക്കുകയും ചെയ്തു. അങ്ങനെ ഒരു കാര്യം ഉണ്ടായി. അപ്പോൾ അത് നിങ്ങളുടെ അറിവിലേക്ക് പറഞ്ഞു എന്ന് മാത്രം. അപ്പോൾ ഇത്തരത്തിൽ വളരെ കുറച്ച് കാര്യങ്ങൾ നമുക്ക് അന്റാർട്ടിക്കയെ കുറിച്ച് ഈ ക്ലാസ്സിൽ പഠിക്കാനുള്ളൂ. വലിപ്പത്തിൽ 15 സൈസാണ്. അതുപോലെ വർഷം മുഴുവൻ മഞ്ഞ് മൂടി കിടക്കുന്ന പ്രദേശമാണ്. സ്ഥിരമായിട്ട് ജനവാസമില്ല. അതുപോലെ വെളുത്ത ഭൂഖണ്ഡം എന്ന പേരിൽ അറിയപ്പെടുന്നുണ്ട്. വൈറ്റ് കോണ്ടിനെൻറ്റ് എന്ന പേരിൽ അറിയപ്പെടുന്നുണ്ട്. അതുപോലെ ഇന്ത്യയുടെ റിസർച്ച് സെൻ്ററുകളായിട്ടുള്ള 2 മൈത്രി, അതുപോലെ ഭാരതി തുടങ്ങിയവയുണ്ട്. പിന്നെ അവിടെ പ്രധാനമായിട്ടുള്ള അവിടെ കാണുന്ന ജീവി എന്ന് പറയുന്നത് പെൻഗ്വിനുകളാണ്. പിന്നെ നമ്മുടെ അവിടെ സ്ഥാപിച്ചിട്ടുള്ള പോസ്റ്റ് ഓഫീസിനെ കുറിച്ച് നമ്മൾ പറഞ്ഞു അല്ലേ. ഇത്രയാണ് നമുക്ക് അന്റാർട്ടിക്കയെ കുറിച്ച് പഠിക്കാനുള്ളത്. അപ്പോൾ ഇന്ന് നമ്മൾ സൗത്ത് അമേരിക്കയെക്കുറിച്ചും അന്റാർട്ടിക്കയെക്കുറിച്ചുമാണ് നമ്മൾ പറഞ്ഞത്. ഇത്രയുള്ളൂ നമുക്ക് ഇന്നത്തെ ക്ലാസ്സിൽ. നമുക്ക് വളരെ കുറച്ച് കാര്യങ്ങളേ ഉള്ളൂ. ശരിക്കും പറഞ്ഞാൽ ഈ 2 കോണ്ടിനെൻറ്റിനെ കുറിച്ചൊക്കെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് പഠിക്കാനുണ്ട്. പക്ഷേ 5ാം ക്ലാസ്സിലെ കുട്ടികളായ നിങ്ങൾക്ക് നമുക്ക് വളരെ കുറച്ച് കാര്യങ്ങൾ മാത്രമേ ഇപ്പോൾ പഠിക്കാനുള്ളൂ. ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഉയർന്ന ക്ലാസ്സുകളിൽ പഠിക്കാം. പിന്നെ നമ്മൾ ഇതുമായി ബന്ധപ്പെട്ട പല വാർത്തകളും നമ്മൾ പത്രത്തിലൊക്കെ കാണും. അപ്പോൾ അതൊക്കെ നമ്മൾ വായിച്ച് നോക്കാം. അപ്പോൾ കൂടുതൽ കാര്യങ്ങൾ അറിയാൻ പറ്റും. അപ്പോൾ നമുക്ക് ഇന്നത്തെ ക്ലാസ് ഇതോടുകൂടി അവസാനിപ്പിക്കാം. അടുത്ത 2 കോണ്ടിനെൻറ്റുകളെ കുറിച്ച് നമുക്ക് അടുത്ത ക്ലാസ്സിൽ പഠിക്കാം.